മൈക്രോബീറ്റ സീരീസ് 2 ഹാഷിന് ശേഷം കോപ്പറിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല വൈറ്റ് ബോർഡ് പ്രൈമർ അടിച്ചെടുത്തു. അതിൻ്റെ മുകളിലോട്ട് നല്ല കോപ്പർ കളറ് നമ്മൾ അപ്ലൈ ചെയ്യണം. വേറൊന്നിനല്ല, ഒരുപാട് ഒരു സിമെൻറ്റ് ടെക്സ്റ്ററും ഇത് തമ്മിൽ എന്തിട്ട് വ്യത്യാസം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സിമെൻറ്റ് ടെക്സ്റ്റർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കവറേജ് ബേസ് അടിച്ചില്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ബേസ് അടിക്കാതെ ഇത് ചെയ്ത് നോക്കാം. എത്രത്തോളം കവറേജ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾ വീഡിയോ ലൈവായിട്ട് കാണുന്നതാണ്. എത്രത്തോളം കവറേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കവറേജ് ഉണ്ട്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലെയർ ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെ, വേറെ ഡിഫറെൻ്റ് ആയിട്ട് കളർ മാറ്റി കളർ ലൈറ്റാക്കി ഡാർക്കാക്കി ഒന്നുമില്ല. അത് സെയിം ആയിട്ട് തന്നെ ചെയ്യണം. സെക്കൻഡ് കോട്ട് നല്ല രീതിയിൽ വലിച്ചിടുക. ഇത് വലിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. കര 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 ഒരു ഒച്ചയേക്കും. തരിയുള്ള ഒരു പ്രൊഡക്റ്റ് അങ്ങനെ വലിച്ചിടുമ്പോൾ കിട്ടുന്നൊരു ഫീല്. പക്ഷേ തരിയില്ല, പക്ഷേ ആ ഒരു ഫീല് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരു രസമായിട്ട് തോന്നി, നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ ആ ടൂളിൽ ചെയ്യണതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീല് അതിന് വന്നുകൊണ്ടേയിരുന്നു. വാക്സ് കോട്ടിങ് ഈസി ആയിരുന്നു. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം വാക്സ് കോട്ടിങ് ഇട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിൽ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാനോ പ്രദർശിപ്പിക്കാനോ താല്പര്യമില്ല. കാരണം അതവരെ പ്രൊഫഷനെ ബാധിക്കുന്നതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനം വേറെയുണ്ട്. അപ്പോൾ എല്ലാത്തരം വിമർശനങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഓരോ പ്രൊഡക്റ്റുകൾ വരുമ്പോഴും കാണിക്കുന്നത്. നമ്മൾ കാണാത്ത ഒന്നും ഇവിടെ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇനിയും നമ്മളത് അവതരിപ്പിക്കും. ഓക്കെ.